ക്രിക്കറ്റ് ചിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുംബൈ ഇന്ത്യൻസ് ഇന്നലെ അക്ഷരാർത്ഥത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ അഹമ്മദാബാദിലിട്ട് കൊന്നു കളഞ്ഞു. അവരെ ആദ്യമായിട്ടാണ് അഹമ്മദാബാദിൽ പോയിട്ട് GT പരാജയപ്പെടുത്തുന്നത്. ഇന്നലത്തെ മത്സരത്തിൽ ഒരു പടുകൂട്ടിയ വിജയം തന്നെ മുംബൈ സ്വന്തമാക്കിയിട്ടുണ്ട്. 100 റൺസിന്റെ വിജയമാണ് അവർ സ്വന്തമാക്കിയത്. ഇന്നലെ ടോസ് കിട്ടിയിട്ട് GT നായകൻ നമ്മുടെ ശുഭ്മൻ ഗിൽ ചൂസ് ബൗളിംഗ് തിരഞ്ഞെടുത്തു. അപ്പൊ മുംബൈ ഇന്ത്യൻസിന് ഇപ്പൊ 3 മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദീപക് ചഹറും ഷാർദുൽ താക്കൂറും ഇല്ല. അവർക്ക് പകരം ക്രിഷ് ഭഗതും നമ്മുടെ മിച്ചൽ സൈനറും ബെനീഷ് മലയവാറൊക്കെ കളിക്കാൻ വന്ന് കാഴ്ച കണ്ടില്ല. പിന്നെ റിയാൻ ക്രിക്കറ്റിന് പകരം സൈനറും അങ്ങനെ ഉണ്ടായി. ഡൊമസ്റ്റിക് പ്ലെയർ ബെനീഷ് മലയവാർ ഇന്നലെ മുംബൈക്ക് വേണ്ടി ഡെബ്യൂ ചെയ്യുന്ന കാഴ്ചയെ നമ്മൾ കണ്ടില്ലേ. അപ്പൊ ബാറ്റിംഗ് തിരഞ്ഞെടുത്ത് അഹമ്മദാബാദ് പിച്ചിന്റെ കണ്ടീഷൻ നമുക്കറിയാമല്ലോ. ഒരു 190 വന്നാൽ തന്നെ വലിയ സ്കോറാണ് അഹമ്മദാബാദ് പിച്ചിന്റെ കണ്ടീഷനിൽ. QDKയും നമ്മുടെ ഗണേഷ് മലയവാർ കൂടി ചേർന്ന് ഓപ്പൺ ചെയ്തു. പക്ഷേ അത്ര നല്ല തുടക്കമായിരുന്നില്ല. റബാഡക്ക് മുന്നിൽ രണ്ടാമത്തെ ഓവർ തന്നെ മലയവാർ LBW പിരിഞ്ഞു. അദ്ദേഹം ഔട്ടാവുന്നു. അപ്പൊ 10 റൺസിന് 1 വിക്കറ്റ്. നാലാമത്തെ ഓവർ തന്നെ QDKനെയും പറഞ്ഞു വിടുന്നു. അദ്ദേഹം കോട്ടൺ ബോളാണ്. റബാഡയാണ് വിക്കറ്റ് എടുക്കുന്നത്. അങ്ങനെ കഗീസോ റബാഡ, KG റബാഡ 2 വിക്കറ്റ് വീഴ്ത്തുന്നു. പവർ പ്ലേ തന്നെ കഴിഞ്ഞിട്ടില്ല. പിന്നെന്താണ് ഉണ്ടായത്? 6ാമത്തെ ഓവർ, അതായത് 5.5 സൂര്യകുമാർ യാദവിനെയും റബാഡ ക്ലീൻ ബൗൾഡ് ആക്കി വിടുന്നു. അങ്ങനെ പവർ പ്ലേയിൽ തന്നെ അവരുടെ 3 വിക്കറ്റ് കൊളാപ്സ് ആയി പോകുന്ന കാഴ്ച കണ്ടില്ലേ. 44-3. പിന്നെ നമാൻവീറും തിലക് വർമ്മയും കൂടി മെല്ലെ ഒരു കമ്മിയോ കളിക്കുന്നു. ഒരു മെല്ലെ ടീമിനെ ബിൽഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ. പിന്നെ കൃത്യമായിട്ട് ഇപ്പൊ പറഞ്ഞാൽ നമാൻവീറിന്റെ കാര്യം, നമാൻവീർ ഇപ്പൊ 45 റൺസ് അടിക്കുന്ന കാഴ്ച കണ്ടില്ലേ. അദ്ദേഹം ഇപ്പൊ മുംബൈക്ക് വേണ്ടിയിട്ട് എല്ലാ മത്സരത്തിലും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ഇപ്പോ നമാൻവീർ ഇപ്പോ GT ബോളേഴ്സ് റെഡ് ഹോട്ട് ടൈമിലാണ് ബോൾ ചെയ്യുന്നത്. അതായത് അവരെ അത്രയും മികച്ച ഫോമാണ് ഉണ്ടായത്. ആ ടൈമിൽ വിക്കറ്റ് പോകാൻ 2 പ്ലെയറും കൂടി കൃത്യമായ പ്ലാനിങ്ങിലൂടെ കൃത്യമായ എറർ വരാതെ അവര് മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തുകൊണ്ട് പോയി ബൗളിംഗിൽ എറർ വന്ന സമയത്ത് ബൗണ്ടറികൾ അടിക്കുന്ന കാഴ്ചയും കണ്ടില്ലേ. ഇപ്പൊ നമാൻവീർ ഔട്ടാവുന്ന സമയത്ത് ടീമിന്റെ ടോട്ടൽ 87 റൺസിലേക്ക് മുംബൈ എത്തിക്കഴിഞ്ഞിരുന്നു. പിന്നെ ഹാർദിക് പാണ്ഡ്യയും തിലക് വർമ്മയും കൂടി കളിക്കുന്നു. നമാൻവീർ അവിടെ 97 റൺസ് എത്തിക്കഴിഞ്ഞു. പിന്നെ ഹാർദിക് പാണ്ഡ്യയും തിലക് വർമ്മയും കൂടി മികച്ച രീതിയിൽ കളിക്കുന്നു. അവർ രണ്ടാളും കൂടിയിട്ട് ഇത് 80 റൺസിന്റെ പാർട്ട്ണർഷിപ്പ് ഒക്കെ ഉണ്ടാക്കുന്ന കാഴ്ച കണ്ടില്ലേ. 2 പേര് മികച്ച രീതിയിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, ഹാർദിക് പാണ്ഡ്യ ഇന്നലെ 16 പന്തിൽ 15 റൺസ് എടുത്തു. തിലക് വർമ്മ 45 പന്തിൽ 101 റൺസ് എടുത്തു. പറയേണ്ട പ്രകടനമാണ് അത്. തിലക് വർമ്മന്റെ കാര്യത്തിലേക്ക് വന്നാൽ, തിലക് വർമ്മ ആദ്യം 22 ബോളിലൊക്കെ 20 റൺസ് ഒക്കെ എടുത്ത പ്ലെയറാണ് തിലക് വർമ്മ. അദ്ദേഹം 45 ബോളിൽ സെഞ്ചുറി അടിച്ചെന്ന് മാത്രമല്ല മുംബൈക്ക് വേണ്ടിയിട്ട് ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി പ്ലെയർ ശ്രീലങ്കൻ ലെജൻഡായി സനത് ജയസൂര്യൻ അദ്ദേഹത്തിനോടൊപ്പം എത്തിയിട്ടുണ്ട്. ഇപ്പോ ഇറ്റ് വാസ് ദ joined the quickest 100 by an Mumbai batter equaling Sanath Jayasuriya's effort from 2008. അതൊക്കെ ഓർമ്മയുണ്ടാവും. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ 2008 സനാത് ജയസൂര്യ എടുത്ത റൺസ്. ഇപ്പൊ മുംബൈ ഇപ്പൊ 190 റൺസ് എടുത്ത കാര്യം പറഞ്ഞല്ലോ. ഇതിലിപ്പോ യഥാർത്ഥത്തിൽ തിലക് വർമ്മയുടെ കാര്യം, തിലക് വർമ്മ ഇപ്പോ മികച്ച രീതിയിലാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഒരു ഘട്ടത്തിൽ മുംബൈ 140 എത്തുമെന്ന് വിചാരിച്ച ടീമാണ് 200 പോയത്. റാഷിദ് ഖാനെ ആണ് തിലക് ആദ്യമായിട്ട് അടിക്കാൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന് കൊടുക്കുന്നത്, പ്രസിദ്ധിന് കൊടുക്കുന്നു. അശോക് ശർമ്മ 26 റൺസ് കൊടുക്കുന്നു. അങ്ങനെ എല്ലാവർക്കും അടി കൊടുക്കുന്നു. അപ്പൊ അവര് ഇതുകൊണ്ടില്ലേ, തിലക് അടിക്കുമ്പോ ഹാർദിക് പാണ്ഡ്യന് ഒരു ഇതുണ്ട്, ഇമോഷണൽ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അദ്ദേഹത്തിന് വേണം, അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഈ മാച്ച് വിജയിച്ച് പറ്റൂ എന്ന കാര്യത്തിൽ ഒരു സംശയങ്ങളും വേണ്ട. അങ്ങനെ ടീമിനെ തിലക് ഒറ്റയ്ക്ക് തന്നെ കൊണ്ടുപോകുന്നു. അദ്ദേഹം കൃത്യമായ ഘട്ടത്തിൽ അടിക്കുന്നു. മികച്ച രീതിയിൽ തന്നെ ഗെയിം ഫിനിഷ് ചെയ്യുന്ന കാഴ്ചയും കണ്ടില്ലേ. അശോക് ശർമ്മന്റെ ഓവറിൽ 18ാമത്തെ ഓവറിൽ തിലക് അടിച്ചത് 26 റൺസാണ്. മികച്ച രീതിയിൽ അടിച്ചിരുന്ന കാഴ്ച കണ്ടു. പിന്നെ റാഷിദ് ഖാനെ കിട്ടി, എല്ലാവർക്കും കൊള്ളുന്ന കാഴ്ച കണ്ടില്ലേ. പ്രസിദ്ധ് കൃഷ്ണ അവസാനത്തെ ഓവറിൽ കിട്ടി. അങ്ങനെ എല്ലാവർക്കും തിലക് വർമ്മ കൃത്യമായ ഘട്ടത്തിൽ അടിച്ചു കൂട്ടിയ കാഴ്ച നമ്മൾ കണ്ടില്ലേ. പിന്നെ യഥാർത്ഥത്തിൽ GT തോക്കാൻ കാരണം GTക്ക് ഇപ്പൊ ഇങ്ങനെ തിലക് വർമ്മ അല്പം കൂടി നേരത്തെ പുറത്താക്കാമായിരുന്നെങ്കിൽ ഇത്ര വലിയ സ്കോറിലേക്ക് വരികയായിരുന്നു. ഷറഫിന്റെ വികർപ്പുണ്ട് 2 പന്തിൽ 1 റൺസ് എടുക്കുന്നത്. അങ്ങനെ 20 ഓവറിൽ 199 റൺസിലേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. ബൗളിംഗിന്റെ കാര്യത്തിലൊക്കെ സിറാജ് 4 ഓവറിൽ 25 റൺസ് നേടിയിരിക്കുന്നു. മികച്ച പ്രകടനം. കാഗിസോ റബാഡ 3 വിക്കറ്റ് എടുത്ത് പവർ പ്ലേ തന്നെ 33-3.
അശോക് ശർമ്മ 3 ഓവറിൽ 38, അത് എക്സ്പെൻസീവ് ആയി പോയി. പ്രസിദ്ധ് കൃഷ്ണ പറയാവേണ്ട 4 ഓവർ 54, റാഷിദ് ഖാൻ 4 ഓവറിൽ 31, സുന്ദർ ഓവറിൽ 13. മറുപടി ബാറ്റിംഗിൽ ജിടിയുടെ കാര്യത്തിലേക്ക് വന്നാൽ തുടക്കത്തിലേ പിഴക്കുന്ന കാഴ്ച. കളിയുടെ ഫസ്റ്റ് ബോളിൽ ജസ്പ്രീത് ബുംറ വിക്കറ്റ് എടുക്കുന്നു. അദ്ദേഹത്തിന് ഒരു റിലീഫൊക്കെ കണ്ടില്ലേ നിങ്ങൾ? 5 മത്സരം വിക്കറ്റ് ആയ ബോളർ ഫസ്റ്റ് പന്തിൽ വിക്കറ്റ് എടുക്കുമ്പോ ഒരു ആശ്വാസം പോലെയാണ് അദ്ദേഹം ടീം മൊത്തം ചിരിച്ചു വരുന്നുണ്ടായത്. അപ്പൊ ബുംറ ഇങ്ങനെ വിക്കറ്റ് എടുക്കുന്ന കാഴ്ച കണ്ടു. ഫസ്റ്റ് പന്തിലാണ് വിക്കറ്റ് എടുത്തത്. മാത്രമല്ല ഒരു കാര്യം കൂടി പറയാൻ പറ്റുപോയി, അശ്വിനി കുമാർ എല്ലാം കളിക്കുന്ന കാഴ്ച കൊണ്ട് 4 വിക്കറ്റുകളാണ് അശ്വിനി കുമാർ എടുത്ത് കൂട്ടിയത്. ശുഭ്മൻ ഗില്ലിനെയും നമ്മുടെ രാഹുൽ തെവാട്ടേനെയും ഷാറൂഖ് ഖാനും റാഷിദ് ഖാനൊക്കെ വരുന്ന കാഴ്ച കണ്ടില്ലേ? ഇപ്പോ സായി സുദർശൻ പോകാൻ തുടക്കത്തിലാണ്. 2ാമത്തെ ഓവറിൽ തന്നെ ജോസ് ബട്ട്ലറെയും ഹാർദിക് പാണ്ഡ്യ ഔട്ടാക്കുന്നു. LBW ഇത്തവണ അമ്പയർ സ്കോറായി പോകുകയാണ്, പക്ഷെ അദ്ദേഹം ഔട്ടായി പോകുന്നു. അങ്ങനെ GT തുടക്കത്തിലെ സ്ട്രഗിൾ ചെയ്യുന്നു. 3ാമത്തെ വിക്കറ്റ് ശുഭ്മൻ ഗില്ലിന്റെ വിക്കറ്റും അശ്വിനി കുമാർ എടുക്കുന്നു. നവാൻപൂരിന്റെ ക്യാച്ചിൽ അശ്വിനി കുമാർ ഔട്ടാവുന്നു. ശുഭ്മൻ ഗിൽ ഔട്ടാവുന്നു. അശ്വിനി കുമാറിന്റെ പന്തിൽ ശുഭ്മൻ ഗിൽ ഔട്ടാവുന്നു. നവാൻപൂർ ക്യാച്ച് എടുക്കുന്നു. അങ്ങനെ GT ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു. കാരണം തുടക്കത്തിലേ 3 വിക്കറ്റുകൾ പോകുന്നു. പിന്നെ ഗ്ലെൻ ഫിലിപ്സും വാഷിംഗ്ടൺ സുന്ദറൊക്കെയാണ് ഉള്ളത്. കഴിഞ്ഞിട്ടില്ല. 8ാമത്തെ ഓവറിൽ തന്നെ മിച്ചൽ സാന്റ്നറിന്റെ പന്തിൽ നവാൻപൂരെ കുറിച്ച് ഔട്ടാവുന്ന അതൊരു സൂപ്പർ ക്യാച്ചിലെ ബൗണ്ടറിനൊപ്പം എടുത്ത ക്യാച്ച്. എന്തൊരു മനോഹരമായിട്ടാണ് നവാൻപൂര് സുന്ദറിനെ പുറത്താക്കാൻ എടുത്ത ക്യാച്ച് അത്. പിന്നെ ഗ്ലെൻ ഫിലിപ്സിനെ കോട്ടൺ ബോളാക്കി കൊടുത്തു മിച്ചൽ സാന്റ്നർ. അങ്ങനെ അവരുടെ 5 വിക്കറ്റ് 55ാമത്തെ 5 എണ്ണം പോയി കഴിഞ്ഞു. ഹാഫ് ഡേ ആയി പോയി. പിന്നെ റാഷിദ് ഖാനും ഷാറൂഖ് ഖാനും രാഹുൽ തെവാട്ടയൊക്കെ ആയിരിക്കുള്ളത്. തെവാട്ടേനെ അവർ ഇമ്പാക്ട് ആക്കി വിടുന്നു. തെവാട്ടെ കഴിഞ്ഞിട്ടില്ല. ടീകോക്ക് പിടിക്കുന്നു. അശ്വിനി കുമാറിന്റെ മതി ഇത്തവണയും കീപ്പർ ക്യാച്ച് ആയിട്ട് തെവാട്ടയും പോകുന്നു. അങ്ങനെ ഒരു വലിയ കൊളാപ്സിലേക്ക് പോകുന്നു. GTക്ക് അവരുടെ വിജയസാധ്യത മങ്ങിയ അവസ്ഥയിലാണ് ഉണ്ടായത്. മുംബൈ അത്രയും കിടിലം പോലെ ബോൾ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഷാറൂഖ് ഖാനും റാഷിദ് ഖാനും ഷാറൂഖ് ഖാൻ ഒരല്പമൊക്കെ നോക്കി, പക്ഷെ അദ്ദേഹം കാര്യമായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം 17 റൺസ് ആകുമ്പോഴത്തേക്കും ഷാറൂഖ് ഖാന്റെ വിക്കറ്റുകളും വീഴ്ത്തുന്ന കാഴ്ച കണ്ടില്ലേ? അപ്പോ ഷാറൂഖ് ഖാൻ പോകുന്ന സമയത്ത് ഇപ്പൊ ഷാറൂഖ് ഖാനെ കൂടെ എടുത്തു. അപ്പൊ മുംബൈ ഏകദേശം വിജയം ഉറപ്പിക്കുന്നു. കൃത്യമായിട്ട് പറഞ്ഞ അശ്വിനും സൈനറൊക്കെ കൂടി GTയുടെ എല്ലാ പ്രതീക്ഷകളും തകർത്ത് തരിപ്പണമാക്കി. 2 പേരും കൂടി ഇന്നലെ മികച്ച രീതിയിലാണ് സ്പെല്ല് ചെയ്തുകൊണ്ടിരുന്നത്. 4 വിക്കറ്റുകളാണ് അശ്വിനി കുമാർ എടുത്ത കാഴ്ച നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. പിന്നെ റാഷിദ് ഖാനും ഒന്നും ചെയ്യാൻ സാധിക്കാതെ അദ്ദേഹം ഔട്ടായി പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ GT വലിയ രീതിയിൽ കൊളാപ്സ് ആവുന്നു. 99 റൺസിന്റെ പരാജയം ഏറ്റുവാങ്ങുന്നവര്. റാഷിദ് ഖാൻ പോകുന്നത് 6 പന്തിൽ 4 റൺസ്. അശ്വിനി കുമാറിന്റെ പന്തിൽ രാജ്ബാബു വിളിച്ച് പുറത്താവുന്നു. റവാഡയെ സ്റ്റംപഡാക്കി വിടുന്ന അശോക് ശർമ്മയോട് സ്വരാജും LBWയിൽ പിരിഞ്ഞു പോകുന്നു. അങ്ങനെ 100 റൺസ് മാത്രമാണ് GTക്ക് എടുക്കാൻ സാധിച്ചത്. മികച്ച രീതിയിലാണ് മുംബൈ സ്പെല്ല്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. മുംബൈക്ക് കിടിലൻ ടീമുണ്ട്. അവര് ഫോം ആവാത്തതിന്റെ പ്രശ്നമുണ്ട്. ഇപ്പൊ ഇന്നലെ എല്ലാവരും കൂടി ഫോം ആയാൽ GT ചാരമാവുന്ന കാഴ്ച കണ്ടില്ലേ? ജസ്പ്രീത് ബുംറയുടെ കാര്യത്തിലേക്ക് പോയാൽ 3 ഓവറിൽ 15 റൺസിന് വിക്കറ്റാണ് ബുംറ എടുത്തത്. ഹാർദിക് പാണ്ഡ്യ 1 ഓവറിൽ 18 റൺസ് വിട്ടുകൊടുത്തിട്ട് വിക്കറ്റ്. കൃഷ് ഭഗത് ഡെബ്യൂ ചെയ്ത പ്ലെയറാണ്. 2 ഓവറിൽ 10-0. അശ്വിനി കുമാർ മികച്ച പ്രകടനമാണ് താരം കാഴ്ചവെച്ചത്. 4 ഓവർ 24-4. അല്ലാഹ് ഹസൻ ഫറോട്ട 2.5 17-2. മിച്ചൽ സാന്റ്നർ 3 ഓവറിൽ 16-2. അപ്പോ ഇന്നത്തെ കളിയുടെ ഒരു മത്സരക്കാരെന്ന് പറയുമോ? മുംബൈ ശക്തമായി തന്നെ തിരിച്ചു വരുന്നുണ്ട്. ഇനിയിപ്പോ രോഹിത് ശർമ്മയും നമ്മുടെ ഡിജോക്സ് ഒക്കെ എത്തിയാൽ ഇതിനും കൂടി കുറച്ചും കൂടി ശക്തമായിട്ട് തന്നെ മുംബൈക്ക് ഇപ്പൊ തിരിച്ചു വരാൻ പറ്റുമെന്ന കാര്യത്തിൽ സംശയങ്ങളും വേണ്ട. ഹാർദിക് പാണ്ഡ്യനോട് കളിക്കാൻ ഹാർദിക് പാണ്ഡ്യ കാര്യം പറയാം. ഇറ്റ് ഈസ് ഓൾവേസ് ചാലഞ്ചിങ് ടു ഗോ away and win, but at the same time of time അഹമ്മദാബാദ് has been tough place for Mumbai Indians. ചലഞ്ചിങ് ആയിരുന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവയെ മാച്ച് കളിക്കാൻ ചലഞ്ചിങ്. അതേസമയം അഹമ്മദാബാദ് ടഫ് പ്ലേസുമാണെന്നും പറയുന്നുണ്ട്. നമ്മൾ ഇന്ന് നല്ല രീതിയിൽ തന്നെ ഗുഡ് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. എല്ലാവരും മികച്ച രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട്. ആരെയും എല്ലാ ബാറ്റിംഗ് അദ്ദേഹം മികച്ച രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കപ്പാസിറ്റി നമുക്ക് സംശയങ്ങളൊന്നുമില്ല. അദ്ദേഹം ഫോമിലേക്ക് വരേണ്ട കാര്യമേ ഉണ്ടായിട്ടുള്ളൂ. അദ്ദേഹം എന്തായാലും ഇപ്പൊ ഫോമിനെ പറ്റിയത് കൂടി പറയുന്നുണ്ട്. പിന്നെ ഹിറ്റ്മാന്റെ കാര്യത്തിലേക്ക് ഹിറ്റ്മാൻ അദ്ദേഹം ഒരുപക്ഷെ അടുത്ത മത്സരത്തോടെ ഹിറ്റ്മാൻ കളിക്കുമെന്നും കൂടി പറയുന്നുണ്ട്. പിന്നെ ശുഭ്മൻ ഗിൽ വരുന്ന കാര്യങ്ങൾ എന്താ അറിയോ? നമ്മള് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ കളി നമ്മളെ കൈകൊണ്ട് വിട്ട് കളഞ്ഞതാണ്. കാരണം ഒരു ഘട്ടത്തിൽ 15 ഓവറാകുമ്പോഴത്തേക്ക് 100 റൺസ് എടുത്ത ടീമാണ് മുംബൈ. പിന്നീട് 5 ഓവറാണ് 100 റൺസ് ഉള്ളത്. തിലകവർമ്മയുടെ ബാറ്റിംഗ് എടുത്ത് പറയേണ്ടതല്ലേ? നമ്മൾ ആ സമയത്ത് ഒരല്പം പോയി മിഡിൽ ഓവേഴ്സിൽ നമുക്ക് നല്ലോണം റൺസ് എക്സ്പെൻസ് ആയിപ്പോയി. ഇല്ലെങ്കിൽ ഒരു 160 പിടിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ജയിക്കാൻ പറ്റുമെന്നാണ് ശുഭ്മൻ ഗിൽ പറയുന്നത്.
പിന്നെ അശ്വിനി കുമാറിന്റെ കാര്യം കൂടി പറയുന്നുണ്ട്. അശ്വിനി കുമാറിന്റെ കാര്യം പറഞ്ഞാൽ അശ്വിനി കുമാർ വരെ മികച്ച രീതിയിൽ തന്നെ സ്പെൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കപ്പാസിറ്റി ലൈനിലൊന്നും ആർക്കും സംശയങ്ങൾ വേണ്ട. അദ്ദേഹം ഇനിയും മികച്ച രീതിയിൽ എറിയാൻ സാധിക്കട്ടെ എന്ന് കൂടി പറയുന്നുണ്ട് ഹാർദിക് പാണ്ഡ്യ. നമാന്റെ ഫീൽഡിംഗ് അദ്ദേഹം എസ്പെഷ്യലി വെല്ലാണെന്നും ഹാർദിക് പാണ്ഡ്യ പറയുന്നുണ്ട്. അപ്പൊ ഏതായാലും മുംബൈ വിജയിച്ചിട്ടുണ്ട്. മുംബൈയുടെ എല്ലാ താരങ്ങളും ഫോമിലേക്ക് വന്നാൽ എതിരാളികൾക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറും. അപ്പൊ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വീഡിയോസ് നമ്മൾ വീണ്ടും എത്താം.